തടവാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കൊച്ചിയിൽ സെലിബ്രിറ്റികൾക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്ന കണ്ണിയിലെ പ്രധാനികൾ ആരൊക്കെയാണ്? കൊച്ചിയിൽ സംവിധായകർ പ്രതികളായ കഞ്ചാവ് കേസിൽ ഇടനിലക്കാരനു വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് എക്സൈസ്. കഞ്ചാവ് വിതരണം ചെയ്ത കൊച്ചി സ്വദേശിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം കേസിൽ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ച സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിനെ ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഒരാഴ്ച മുൻപാണ് സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് മൂന്നംഗ സംഘത്തെ, സിനിമാ മേഖലയിലെ മൂന്നംഗ സംഘത്തെ ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസ് പിടികൂടുന്നത്. ഇന്നലെ സമീർ താഹിറിന്റെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. പക്ഷെ ഇവർക്ക് ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത്, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയ വ്യക്തി ആരാണ് എന്ന് എക്സൈസ് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? അയാളിലേക്ക് അന്വേഷണം ഉടൻ തന്നെ എത്താൻ കഴിയുമോ? ടോമി, കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസിന് ഇതുവരെയും ഇയാളുടെ ഒരു പൂർണ്ണമായ അയാളെ ട്രാപ്പ് ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്ക് എക്സൈസ് സംഘത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. ഒരുപക്ഷെ അല്ലെങ്കിൽ അത്തരം വിവരങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർ പങ്കുവയ്ക്കാത്തതായിരിക്കാം. പക്ഷേ ഇതുവരെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്ക് വേണ്ടിയുള്ളൊരു അന്വേഷണം തുടരുന്നു എന്ന രീതിയിലുള്ള മറുപടി മാത്രമാണ് എക്സൈസ് സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ മറുഭാഗത്ത് ഇതുമായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഛായാഗ്രഹനും സംവിധായകനുമായ സമീർ താഹിറിനെ അറസ്റ്റ് ചെയ്യുകയും ജാമ്യത്തിൽ വിടുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിലെ ഒരു പ്രധാന വിഷയമെന്ന് പറയുന്നത് ഈ കഞ്ചാവ് എത്തിച്ച് നൽകിയ ഇയാൾ കൊച്ചി സ്വദേശിയാണ് എന്ന കാര്യം മാത്രമാണ് ഇവർക്ക് അറിയാവുന്നത്. ഇയാളെക്കുറിച്ച് കൃത്യമായ വിവരം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സംവിധായകർ അവർക്കും അറിയില്ല. അതോടൊപ്പം തന്നെ ഇവരുമായി ബന്ധപ്പെടുത്തിയ ഒരു ഇടനിലക്കാരനുണ്ട്, ഇയാൾക്കും കൃത്യമായ ഒരു വിവരങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത്. ഇയാളെക്കുറിച്ച് ലഭ്യമായ വിവരങ്ങൾ, കോണ്ടാക്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതനുസരിച്ച് കൃത്യമായ ഒരു ട്രാക്കിങ്ങിലേക്ക് പോകാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നുണ്ട്. എക്സൈസ് സംഘം സംശയിക്കുന്നത് ഇയാൾ തന്നെയാണ് ഈ ഒരു സെലിബ്രിറ്റി ലെവലിൽ വലിയ രീതിയിൽ ഈ ഹൈബ്രിഡ് കഞ്ചാവുകൾ നക്ഷത്ര ഹോട്ടലുകളിലും ആഡംബര ഫ്ളാറ്റുകളിലും എല്ലാം തന്നെ എത്തിച്ചു നൽകുന്ന ശൃംഖലയിൽ ഏറ്റവും പ്രധാനിയായ ഒരാൾ ഇയാൾ തന്നെയാണ് എന്നതാണ് എക്സൈസ് കണക്ക് കൂട്ടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളെ ചോദ്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. ഇയാളെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവർക്ക് നേരത്തെയും കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റ് പലർക്കും എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളുടെ ഒരു നിജസ്ഥിതി അറിയണമെങ്കിൽ ഇയാളിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതുണ്ട്. പോലീസിന് എക്സൈസിന് മറ്റൊരു സംശയമുള്ളത് ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായിട്ട് ഇയാൾക്ക് ഈ കണ്ണി നിൽക്കുന്ന ആൾക്ക് നേരിട്ട ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അവിടെയുള്ള ചോദ്യം ചെയ്യലിൻ്റെയും മൊഴികളുടെയും വിശദാംശങ്ങളടക്കം ഇവർ എക്സൈസ് ശേഖരിക്കുകയും അതിൻ്റെ ഒരു പരിശോധനകളെല്ലാം തന്നെ നടക്കുകയും ചെയ്തു. ഈ കേസിൽ കഴിഞ്ഞ ദിവസം ഈ ഫ്ളാറ്റ് ഉടമയായ വാടകയ്ക്ക് എടുത്തിരുന്ന ഈ സമീർ താഹിറിനെ എക്സൈസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഈ മയക്കുമരുന്ന് നിരോധന നിയമപ്രകാരം സെക്ഷൻ 25 പ്രകാരമാണ് ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തനിക്ക് ഈ സംവിധായകർ മയക്കുമരുന്ന്, അത് കഞ്ചാവോ ഉപയോഗിക്കുന്ന കാര്യമോ അവർ നേരത്തെ ഉപയോഗിക്കുന്ന കാര്യം ഇതൊന്നും തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇയാളുടെ മൊഴി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ വരുന്ന കാര്യം, ഫ്ളാറ്റിലേക്ക് വരുന്ന കാര്യം വിളിച്ചപ്പോൾ ആ മൊഴി, സമീർ താഹിറിന്റെ മൊഴി എക്സൈസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ ഡാനി? കാരണം നമുക്കറിയാം എക്സൈസ് കൃത്യമായും ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കുറെ നാളുകളായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെ സിനിമാ മേഖലയിലുള്ളവരുടെ ഒരു പ്രധാനപ്പെട്ട ലഹരി കേന്ദ്രങ്ങൾ ഒന്നാണ് ഈ സമീർ താഹിറിന്റെ ഫ്ളാറ്റ് എന്ന് എക്സൈസിന് പല സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതും പിന്നീട് അവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ഇന്നലെ സമീർ താഹിറിനെ ചോദ്യം ചെയ്ത് അതിനുശേഷമാണ് അറസ്റ്റ് ചെയ്തത്. ഇനി എക്സൈസിന്റെ അടുത്ത നീക്കം എന്തായിരിക്കും? കാരണം ഈ ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ? അവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇതിന്റെ കണ്ണികളിലേക്ക് എത്താൻ കഴിയുമെന്നാണോ എക്സൈസിന്റെ പ്രതീക്ഷ? ഇക്കാര്യത്തിൽ ഈ വിട്ടയച്ച 3 സംവിധായകരെയും അടക്കം ഇനിയും ചോദ്യം ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം
ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ മൊഴിയുടെ വിശദാംശങ്ങളും കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ഫോണിൻ്റെ ഒരു കോൾ വിളിച്ച ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വാട്സപ്പ് സന്ദേശങ്ങളുടെ ഒരു ചുരുക്കം അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലുള്ളൊരു പരിശോധന നടക്കുന്നുണ്ട്. കാരണം ഈ സമീർ താഹിർ പറയുന്നത് പോലെ തനിക്ക് ഇത് അറിയാമായിരുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലല്ല കേസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതുമാത്രവുമല്ല, നമ്മൾ നേരത്തെ പരാമർശിച്ച ഈ ഒളിവിലുള്ള കഞ്ചാവ് നൽകിയ ആളെ കേസിൽ കിട്ടേണ്ടതുണ്ട്. അയാളുടെ മൊഴി തന്നെയായിരിക്കാം ഈ കേസിലെ ഏറ്റവും വൈറ്റലായ കാര്യമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇയാൾ ആരൊക്കെയാണ് ഇയാളുടെ ഒരു ഇടപാടുകാർ, സ്ഥിരം ഇടപാടുകാർ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം അതിനെ ആശ്രയിച്ച് തന്നെയാണ് ഈ കേസിൻ്റെ ഗതി. ഈ സംവിധായകർ ഇപ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ടവരുടെയും എല്ലാം തന്നെ കാര്യങ്ങൾ ആ ഒരു പിടിക്കപ്പെടുന്ന ആളുടെ മൊഴി അനുസരിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകുക. എന്തായാലും ആൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം എക്സൈസായി ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോഴും ആ പ്രതി കാണാമറയത്താണ് എന്നതാണ്. കാരണം വലിയ ലഹരിക്കാരിലേക്ക് ചെല്ലാനായിട്ട് ഈ അന്വേഷണ സംഘങ്ങൾക്ക് കഴിയുന്നില്ല എന്നൊരു ആക്ഷേപം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇവർക്ക് ലഹരി നൽകിയ ആളെ കണ്ടെത്താനായിട്ട് എക്സൈസിന് കഴിയാത്തത്. അപ്പോൾ ഏതായാലും ഇതിൽ വീണ്ടും അന്വേഷണവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. വിട്ടയച്ച സംവിധായകരെയും ഛായാഗ്രാഹകരും എല്ലാം തന്നെയും വീണ്ടും വിളിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഉള്ളത്. തുടർ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാവർക്കും തന്നെ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അളവിൽ കുറവാണ് എന്നതാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യമായിട്ട് വരുന്നത്. എന്നാൽ പ്രധാന പ്രതി പിടിയാവുന്നതനുസരിച്ച് ഈ കേസിന്റെ സ്വഭാവം ഒരുപക്ഷെ മാറിയേക്കാം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ സംവിധായകനായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിലേക്ക് എക്സൈസിന്റെ അന്വേഷണം എത്തിയത്. 3 അംഗ സംഘത്തെ, അതായത് 2 സംവിധായകരടക്കം 3 പേരെ അന്ന് എക്സൈസ് പിടികൂടിയിരുന്നു. ഇന്നലെ സമീർ താഹിറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയ, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയ കണ്ണിയിലെ പ്രധാനിയിലേക്കാണ് ഇനി അന്വേഷണം നീങ്ങുന്നത്. സ്ത്രീത്വത്തെ